ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഈ ബട്ടൺ ഇട്ടില്ല, അത് ഓർക്കണേ. ഓക്കെ, അപ്പോൾ ഈ കുട്ടികൾ മറ്റേ പിക്നിക്കിനൊക്കെ പോണ പോലെ ബാഗൊക്കെ തൂക്കി കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഞാൻ പോവാണ് ഗൈസ്. ഈ വീഡിയോ ഇനി നിങ്ങൾ എത്ര മാസങ്ങൾക്ക് ശേഷമാണ് കാണാൻ പോണേന്ന് അറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു, എന്റെ ധൈര്യമൊക്കെ സംഭരിച്ചിട്ട്. ഇന്ന് അപ്പൊ നിങ്ങൾ എന്താ ഇന്റർവ്യൂ ഈ ഇൻട്രോ കാണുമ്പോൾ വിചാരിക്കും എനിക്ക് ലേബർ പെയിൻ ആയിട്ട് പോവാണോ? അല്ല ഗൈസ്, നമ്മുടെ കുട്ടപ്പായി ആക്ച്വലി മാർച്ച് അവസാനം തൊട്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട്. കാരണം എൻ്റെ ഒരു വയറിന്റെ ഒരു ഘടന വെച്ചിട്ടും ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പറയണ്ട, ചിലപ്പോ മാർച്ചില് മൂപ്പര് അല്ലെങ്കിൽ മീൻസ് മിസ് ഓർ മിസ്റ്റർ ആരാണെങ്കിലും പുറത്ത് മാർച്ച് ആവുമ്പോഴേക്ക് ചിലപ്പോൾ വരുന്നു. കാരണം എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഇനിയിപ്പോ പറയാലോ അല്ലെ, 14 തീയതി ആയിരുന്നു എന്നല്ല ആണ്. അപ്പൊ മാർച്ച് അവസാനം ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, കുട്ടാ നോ, നമ്മള് മാർച്ചിൽ വരണ്ട, ഏപ്രിൽ ഒരു 5 തീയതി ഒക്കെ കഴിഞ്ഞ് വന്നോളൂ, കാരണം അമ്മ അപ്പോഴേക്കും പ്രിപ്പയർഡ് ആയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടി ഭയങ്കര അനുസരണശീലമുള്ള ഒരു മോനോ മോളോ ആണ്. കാരണം ഇപ്പൊ ആള് പുറത്തേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ ഓക്കെയാണ് എന്നാണ് മൂപ്പരുടെ ഒരു ഇരിപ്പ് വശവും കിടപ്പ് വശവും. അപ്പോ കമ്മിങ് ടു ദ പോയിന്റ്, ഇന്ന് ഏപ്രിൽ 9 ആൻഡ് ഇതുവരെ നമുക്ക് ലേബർ പെയിൻ ആസ് സച്ച് നോർമലി വന്നില്ല. ആൻഡ് ഇപ്പോൾ 39 വീക്സ് ആൻഡ് 2 ഡേയ്സ് ആയിട്ടുണ്ട്. നാളെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നാളെ 10 തീയതിയാണ്. എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബേബീന്റെ അച്ഛനും ഒരേ ബർത്ത് ഡേറ്റ് ആയ കൊള്ളായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. നാളെ ഏപ്രിൽ 10 ശ്രീകുട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, കാരണം എന്തായാലും സമയമായി. പിന്നെ ഞങ്ങള് തീരുമാനിച്ചല്ല, ഞങ്ങളോട് ഡോക്ടേഴ്സും ഇന്നലെ ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി വരും, കാരണം എല്ലാം ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബേബീന്റെ എന്താ പറയാ മൂവ്മെന്റ് എന്താ പറയാ കുറച്ച്, അതായത് ഇപ്പൊ പുറത്തു വരാനുള്ള ഒരു ആൾ ഉഷാറായിരിക്കുന്നതുകൊണ്ട് തന്നെ തോണ്ടലും പിടിക്കലും ഒക്കെ കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൺസേൺഡ് ആയിട്ട് പോയി. പക്ഷെ ആള് ഹെൽത്തി ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ മൂവ്മെന്റ് കുറഞ്ഞത് കൊണ്ടും 39 വീക്സ് ആയതുകൊണ്ടും പിന്നെ ഇപ്പൊ ഒരു 4 ഡേയ്സിന്റെ ഉള്ളില് ഞാൻ 40 വീക്സ് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ ഇല്ല. അപ്പൊ നാച്ചുറലി ലേബർ പെയിൻ വരാത്തത് കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു ഇന്ന് നമുക്കൊരു മെംബ്രെയിൻ സ്വീപ്പ് നടത്താം. ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിശദമായി പറയാനുള്ള ഒരു അറിവൊന്നും എനിക്കില്ല. പക്ഷെ ആർട്ടിഫിഷ്യലി നമ്മള് നാട്ടിൽ കേട്ടിട്ടുണ്ട് ഇൻഡ്യൂസ് ചെയ്യാന്ന് പറയല്ലോ. അപ്പൊ അതിന്റെ ഇൻഡ്യൂസ് ചെയ്യണതിന്റെ ആദ്യത്തെ ഘട്ടമായി മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്റേണലി കുഞ്ഞിനെ കറക്കി വിടേ അതോ എന്തോ ആ സംഭവം കറക്കി വിടും. അപ്പോൾ നമ്മളുടെ ഹോർമോൺസ് ഒക്കെ പ്രവർത്തിച്ച് നാച്ചുറലി ചിലവർക്ക് ലേബർ പെയിൻ വരാറുണ്ട് എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരു 2 ദിവസം ഇങ്ങനെ ആലോചിച്ചു, ചെയ്യണോ വേണ്ടയോ. കാരണം അല്പം പെയിൻഫുൾ അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണെന്നാണ് കേട്ടത്. ഇനിയിപ്പോ അത് കഴിയുമ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ നമ്മൾ അത് ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചു, അതിനാണ് പോണത്. അപ്പൊ ഇന്ന് പോയിട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അപ്പൊ വീട്ടിൽ നിന്ന് പോകാൻ നേരത്ത് ഞാൻ കുറച്ച് ധൈര്യത്തിന് വേണ്ടി വീഡിയോ എടുത്തതാ. കുറച്ച് ടെൻഷൻ അല്ല, ഒരു ബ്ലാങ്ക് ഫീലിംഗ് ആണ്, മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥയാണ്. ഇനി അവിടെ പോയിട്ട് നമുക്ക് കാണാം. ബാഗിൽ പോഷകാഹാരങ്ങളും ഡേറ്റ്സും നട്ട്സും ഒക്കെ ഉണ്ട്. ഇനി ഈ ബേബിക്കുട്ടൻ ഇന്ന് വരുമോ, അച്ഛന്റെ ബർത്ത്ഡേക്ക് വരുമോ, എന്ത് വരുമോ എന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി. ലാസ്റ്റിൽ ഡെലിവറി മാത്രം ഉണ്ടാവില്ല വീഡിയോയിൽ. ഓക്കെ, are you ready? Yes. Kutinda acha? Yes. Are you excited or tensed? Bit excited, bit tensed. Oh, very good. Let's go. അങ്ങനെ ഓൾ സെറ്റായിട്ട് ഇതേ നമ്മൾ യാത്ര പുറപ്പെട്ടു. ഈ ദിവസം എന്തും സംഭവിക്കാട്ടോ, അതായത് ചിലവർക്ക് പെയിൻ വരാം, പെയിൻ വരാതിരിക്കാം, എല്ലാം ഡിപ്പെൻസ് ആണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബേബീൻ്റെ കാർ സീറ്റാട്ടോ. കാർ സീറ്റും ഹോസ്പിറ്റൽ ബാഗും ഒക്കെ നമ്മളുടെ വണ്ടിയിൽ ഒരാഴ്ച മുന്നേ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഓട്ടം ഇഷ്ടമല്ലാത്ത ആൾക്കാരായതുകൊണ്ട് മുൻകൂട്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ആഷ്ഫോർഡിലുള്ള വില്യം ഹാർവേ ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത്. താറാവ് നടക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് മന്തൊക്കെ ആയപ്പോഴേക്കും.
എനിവേസ് നമ്മൾ പോവുകയാണ്. ആൻഡ് മെംബ്രെയിൻ സ്വീപ്പിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവസാനം പറയുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ ഒന്ന് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് പറയാൻ പറ്റുന്ന അത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഡെയിലി ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഡ്രസ്സ് വേറെയാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസമായിട്ട് നമ്മൾ ഡെയിലി വന്നിട്ട് ബേബീൻ്റെ ഹാർട്ട് ബീറ്റും മൂവ്മെൻറ്റ്സും ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ക്ലിപ്പാട്ടോ. അപ്പോൾ അന്നും നമ്മൾ പോയ ദിവസവും നമ്മൾ ആദ്യം CTG, ഇതിനെ CTG എന്നാണ് പറയുക. ഇതെല്ലാവർക്കും നോർമലി ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ CTG ആദ്യം നമ്മൾ ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് മെംബ്രെയിൻ സ്വീപ്പ് ചെയ്തത്. സോ ഞാൻ ഈ ഒരു CTGൻ്റെ വീഡിയോ കയ്യിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. കമ്മിങ് ബാക്ക് ടു ദ സെയിം ഡേ, അന്ന് പോയ ദിവസം ഞാൻ കുറച്ച് എന്താ പറയുക കിളി പോയ അവസ്ഥയിലാണ്, എന്താണെന്ന് അറിയാത്തതുകൊണ്ട്. സോ ഓൾ റെഡിയാണ്. പക്ഷെ ശ്രീകുട്ടൻ കൂടെ ഉണ്ടായതുകൊണ്ട് ഹലോ 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 അപ്പോൾ പോയ സ്പീഡിൽ തന്നെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഓൾ സെറ്റാണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാത്ത വേറൊന്നും കൊണ്ടല്ല. ഞാൻ വിചാരിച്ചു ഈ മെംബ്രെയിൻ സ്വീപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞല്ലോ, അതായത് മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ മാത്രമുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് പോയിട്ട് വന്നിട്ട് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ അവിടെ നിന്ന് തന്നെ ലേബർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെംബ്രെയിൻ സ്വീപ്പ് ചെയ്ത് ഞാൻ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ശ്രീകുട്ടൻ ജിമ്മിൽ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊരു കുട്ടി വീഡിയോ ആയിരിക്കും കേട്ടോ, എനിക്കറിയില്ല, എനിക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പൊ എന്താണ് ഈ മെംബ്രെയിൻ സ്വീപ്പ് എന്നുള്ളൊരു സംഭവം? കാരണം ഞാനും മെംബ്രെയിൻ സ്വീപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ചും കൂടി എന്താണ് ചെയ്യാൻ പോകുന്ന എന്ത് പ്രൊസീജിയർ ആണെങ്കിലും, ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കുത്താൻ പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിഡ് വൈഫ് അല്ലെങ്കിൽ നമുക്ക് ആരാണോ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അവരെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് പ്രൊസീജിയർ ചെയ്യാൻ പോണേ എന്ന് അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് സംഭവിക്കാൻ പോണേ എന്നുള്ളൊരു സാധനം. അത് എൻ്റെ കേസിൽ എനിക്ക് ഇതുവരെ ഹെൽപ്ഫുൾ ആയിട്ടേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇനീഷ്യലി ഫസ്റ്റൊക്കെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹോസ്പിറ്റൽ എനിക്ക് ഭയങ്കര കുറച്ച് പേടിയും എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ. പെട്ടെന്നൊരു ടെൻഷനും പേടിയാ അതൊക്കെ തന്നെ. പക്ഷെ ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാൻ പോഡ്കാസ്റ്റുകൾ ഈ 3 months തൊട്ടിട്ട് ഡോക്ടേഴ്സ് നല്ല നല്ല ഡോക്ടേഴ്സിന്റെ പോഡ്കാസ്റ്റുകൾ കാണും, കുറച്ച് വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അത് ഈ ഒരു 9th month ലേബർ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, പ്രസവം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഈ ഒരു അവസ്ഥയിലും ഞാൻ ഭയങ്കര എനിക്ക് പേടി ഇതുവരെ കേട്ടോ, ഇതുവരെ ഡെലിവറി എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ ഇതുവരെ എൻ്റെ മെന്റലി ഞാൻ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരുന്നു എല്ലാ പ്രൊസീജിയറിലും. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ അങ്ങനത്തെ വായ തരാതെ സംസാരിക്കണം അല്ലേ. അപ്പൊ മെംബ്രെയിൻ സ്വീപ്പ് എന്താന്ന് ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു ക്ലാസ്സോ ഒന്നുമല്ല, കാരണം ഞാൻ മെംബ്രെയിൻ സ്വീപ്പിനെ കുറിച്ചിട്ട് വീഡിയോസോ ഒക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ വീഡിയോസൊക്കെ തന്നെ ചിലവരുടെ വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ അവര് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ സ്റ്റിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു സംഭവമല്ല. പെയിൻഫുൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻ ഉണ്ട്, പെയിൻ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഡിസ്കംഫേർട്ടാണ് കൂടുതൽ.
ഓബ്വിയസ്ലി. അപ്പൊ മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിഡ് വൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ഡോക്ടേഴ്സ് ഇപ്പൊ ലേബർ പെയിന് സ്റ്റാർട്ട് ചെയ്യാൻ, ഇപ്പൊ ഇൻഡ്യൂസ് ചെയ്യണതിന്റെ മുന്നേ നമുക്ക് നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറയുന്നത്. അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബേബി കിടക്കുന്ന സാക്ക് ഉണ്ടല്ലോ, എമിനിയോട്ടിക് സാക്ക്, അതായത് വാട്ടറിലാണല്ലോ നമ്മുടെ ബേബി കിടക്കുന്നത്. ആ സാക്കും നമ്മളുടെ സെർവിക്സും തമ്മിൽ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഈ മെംബ്രെയിൻ സ്വീപ്പ്. സ്വീപ്പ് എന്ന് പറഞ്ഞിങ്ങനെ സ്വീപ്പ് ചെയ്ത് വിടുക എന്ന് പറയില്ലേ, അതാണ്. സോ ബേസിക്കലി ആ എമിനിയോട്ടിക് സാക്കും നമ്മളുടെ സെർവിക്സും തമ്മിൽ ഒന്ന് അവര് 1 ഫിംഗർ അല്ലെങ്കിൽ 2 ഫിംഗർ വെച്ചിട്ട് ഇന്റേണലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒരു മാക്സിമം ഒരു 3 മിനിറ്റ്സ് ഒക്കെ എടുക്കുകയുള്ളൂ. അപ്പോൾ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഈ കൈ കൊണ്ട് അവര് ഈ എമിനിയോട്ടിക് സാക്കും സെർവിക്സും തമ്മിൽ ഒരു ജസ്റ്റ് ഒന്ന് അവര് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ നാച്ചുറലി നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോൺ, അതായത് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്തതാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കറക്റ്റ് ആണ്, അതാണ് ആ ഒരു ഹോർമോണിന്റെ പേര്. അപ്പൊ ഈ ഹോർമോൺ നാച്ചുറലി നമ്മളുടെ ബോഡിയിൽ റിലീസ് ആവുകയും നാച്ചുറൽ ആയിട്ട് ലേബർ പെയിൻ വരാനുള്ള ചാൻസസ് കൂട്ടുകയും ചെയ്യുന്നതാണ് ഈ ഒരു മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ ബേസിക്കലി അതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് നമ്മളുടെ എമിനിയോട്ടിക് സാക്കും സെർവിക്സും തമ്മിൽ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു സ്വീപ്പിംഗ് മെത്തേഡാണ്. അതിൽ നിന്ന് നമുക്കൊരു ഹോർമോൺ ഉണ്ടാവുകയും നാച്ചുറലി ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ നാച്ചുറലി നമ്മളുടെ ബോഡിയിൽ ലേബർ പെയിൻ വരാൻ ചാൻസസ് കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്താ പറയാ, വീണ്ടും ഡിപ്പെൻഡ്സ് ഓൺ ബോഡി ടു ബോഡി, പേഴ്സൺ ടു പേഴ്സൺ. അപ്പോ പറയാൻ പറ്റില്ല, ചിലവർക്ക് ലേബർ പെയിൻ വരില്ല, ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും. ചിലവർക്ക് ഇതിന്ന് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അപ്പൊ അങ്ങനെയാണ്. ഇതും ഫുള്ളി നമ്മളുടെ ഒരു ഓപ്ഷൻ ആട്ടോ. ചിലവർ പേടിച്ചിട്ട്, ഇപ്പൊ ചിലവരെന്നല്ല, ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഫസ്റ്റ് തന്നെ ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോ, ഡോക്ടേഴ്സ് അല്ല, എൻ്റെ മിഡ് വൈഫ് എന്നോട് സജസ്റ്റ് ചെയ്തായിരുന്നു. അതായത് 39 വീക്സ് ആൻഡ് 3-4 ഡേയ്സ് ആയല്ലോ, അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ മെംബ്രെയിൻ സ്വീപ്പ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ. അന്ന് എനിക്ക് ഇതിനെ കുറിച്ച് അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇതിനെ കുറിച്ചൊന്ന് പഠിച്ച്, ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ, അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് എൻ്റെ മൈൻഡിന് തന്നെ ഞാൻ ഓക്കെ, ഇൻഡ്യൂസ് ചെയ്യണതിന്റെ മുന്നേ ഇങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഓക്കെ, വൈ നോട്ട്, നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ നോക്കിയപ്പോൾ മിക്കവരും പറഞ്ഞത് ഭയങ്കര പെയിൻഫുൾ ആണ് എന്നുള്ള സംഭവമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പെയിൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പെയിനിന്റെ കാട്ടിലും കൂടുതൽ നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിരിക്കും. പക്ഷെ അത് നമുക്ക് മാനേജബിൾ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് എന്താണ് അറിയാതെ പോകുന്നവർക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി പോകും. പക്ഷെ ഞാനിത് ഇന്നലെ നമ്മളോട് പറഞ്ഞതാണ്, ഇന്നലെ വേണമെങ്കിൽ ചെയ്യാമെന്ന്. പക്ഷെ ഞാൻ ശ്രീകുട്ടനോടും ഡോക്ടറിനോടും പറഞ്ഞു, ഇല്ല ഞാൻ മെന്റലി പ്രിപ്പയർഡ് ആയിട്ടില്ല, ഓക്കെ നമുക്ക് നാളെ വന്നിട്ട് ചെയ്യാം. സോ ഇന്ന് ഞാൻ കുറച്ചും കൂടി ഒന്ന് റിലാക്സ്ഡ് ആയി. ഇതിനെ കുറിച്ച് എനിക്കറിയാം, ഓക്കെ പെയിൻ ആണെങ്കിലും പെയിൻ അല്ലെങ്കിലും നമുക്കിത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നി പ്രിപ്പയർ ചെയ്ത് കുറച്ചും കൂടി ശാന്തി സമാധാനത്തിലോടുകൂടി പോയതുകൊണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ സെർവിക്സ് ഒക്കെ മിഡ് വൈഫ് നോക്കിയിട്ട് പറഞ്ഞു, സെർവിക്സ് ഒക്കെ സോഫ്റ്റൻ ആയിട്ടുണ്ട് ആൻഡ് ഓൾമോസ്റ്റ് 1 to 2 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ വിച്ച് ഇസ് എ പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി ആയിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഇതേ ഇപ്പൊ തിരിച്ചു വന്നു. ഇനിയിപ്പോ ചിലപ്പോൾ ലേബർ പെയിൻ വരാം, എല്ലാം വെയിറ്റിംഗ് ആണ്, അതൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾ റെഡിയാണ്. ഞാൻ കുറച്ചും കൂടി മെന്റലി ഇപ്പോൾ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. സോ ഞാൻ വിചാരിച്ചു ഈ മെംബ്രെയിൻ സ്വീപ്പ് നമ്മുടെ നാട്ടിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സംഭവം ഉണ്ട് തോന്നുന്നു.
പിന്നെ ഇവിടെയാണ് അത് കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലും ഇഞ്ചക്ഷനിലൂടെ ഇൻഡ്യൂസ് ചെയ്യാന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. പക്ഷെ ഇവിടെ മെംബ്രെയിൻ സ്വീപ്പ് അവർ ഒരു ഓപ്ഷൻ നമുക്ക് തരും, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇത് നിർബന്ധമില്ല. അമ്മമാർ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഐ തോട്ട് എന്തായാലും ഞാൻ ചെയ്ത ഈ പ്രഗ്നൻസി ടൈമിൽ ചെയ്ത ഒരു പ്രൊസീജിയറാണ്, പുതിയൊരു പ്രൊസീജിയറാണ്. സോ ഞാൻ വിചാരിച്ചു അത് ഞാൻ പറയാം, കുറച്ചും കൂടി ഒന്ന് നീറ്റായിട്ട് പറയാം എന്ന് വിചാരിച്ചു. സോ ആരെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഡെലിവറി ഒക്കെ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങളോട് മിഡ് വൈഫ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് മെംബ്രെയിൻ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ കംഫർട്ടബിൾ ആണ്, നിങ്ങളൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് എല്ലാം നോക്കി പഠിക്കുന്ന ആളല്ല, നോക്കി പഠിക്കുന്ന ആളല്ല എന്ന് പറയാനും പറ്റില്ല. ഞാൻ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്ത് പോഡ്കാസ്റ്റുകളൊക്കെ കാണുന്ന ആളാണ്. പക്ഷെ ഓൺലി പോസിറ്റീവ് തിങ്സ്, നോ നെഗറ്റീവ് തിങ്സ്. അതായത് ചിലവർക്ക് ഇവിടെ വേദന വരുമ്പോഴേക്കും ഗൂഗിളിൽ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് ഈ വേദന, എന്താണ് ഈ വേദന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുക, അങ്ങനത്തെ പരിപാടികളില്ല. പക്ഷെ എന്തെങ്കിലും ഇപ്പൊ എന്ത് ഹോർമോണാണ് മെംബ്രെയിൻ സ്വീപ്പിൽ ഉണ്ടാവുന്നത്, നമ്മുടെ ബോഡിയിൽ എന്ത് ചേഞ്ച് വരും, ഓക്കെ ഇത് പോസിറ്റീവായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ലേബർ വരും, അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് മെംബ്രെയിൻ സ്വീപ്പ് കുറച്ചും കൂടി അറിഞ്ഞ് ചെയ്യണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. 2-3 മിനിറ്റിന്റെ കുറച്ച് ഡിസ്കംഫേർട്ട് ഉണ്ടാവും, കുറച്ചൊരു പെയിൻ ഉണ്ടാവും എന്നല്ലാണ്ട് ഭയങ്കരമായിട്ട് പേടിക്കാനുള്ള സംഭവം ഇല്ല. പേടിക്കാനുള്ള സംഭവം ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, പക്ഷെ പേടിക്കാനുള്ള സംഭവമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം. സോ നിങ്ങളെല്ലാവരും ബേബിക്കുട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇനിയിപ്പോ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും എക്സൈറ്റഡ് ആണ് കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശക്തി ആർജിച്ച് ഇപ്പൊ ഇരിക്കുന്നുണ്ട്, ഇനി അറിയത്തില്ല. അപ്പൊ എനിവേസ് ഇത്രയാണ് ഇന്നത്തെ ദിവസം ഒരു മെംബ്രെയിൻ സ്വീപ്പിന്റെ കഥ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പൊ ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഇനി ഡെലിവറി സമയത്ത് എനിക്ക് അറിയത്തില്ല, കിളി പാറുന്ന അവസ്ഥയാണെങ്കിൽ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നോക്കാം, വീഡിയോ അല്ലല്ലോ നമ്മളുടെ മുഖ്യം, ബിഗിലെ നമ്മളുടെ ബേബിക്കുട്ടനാണല്ലോ മുഖ്യം. സോ എനിവേസ് നമുക്ക് വീണ്ടും കാണാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് സന്തോഷം. ഓക്കെ ഗൈസ്, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. അടുത്ത വ്ളോഗ് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്.